ഇടത് സഹയാത്രികൻ CPM സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, നേരത്തെ CPIM എടുത്ത ഈ തീരുമാനത്തെ വലിയ തോതിൽ സ്വാഗതം ചെയ്തിരുന്നു പൊതുവിൽ, പൊതുസമൂഹം ഉൾപ്പെടെ. അങ്ങനെയാണ് മുതിർന്ന പല നേതാക്കൾക്കും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വരാൻ പോകുന്ന നിയമസഭ തെരഞ്ഞെടുപ്പിലും ഇത് പ്രാവർത്തികമാക്കാൻ പാർട്ടിക്ക് സാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അഭിലാഷ്, നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത 2021 ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെതിരെ വന്ന കടുത്ത അഴിമതി ആരോപണങ്ങൾ, മറ്റു പല ആരോപണങ്ങളും, ഇപ്പൊ നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വർണ്ണക്കടത്ത് പോലെയുള്ള കടുത്ത ആരോപണങ്ങൾ നിറഞ്ഞ ഒരു കാലയളവാണ് 2020-21 കാലഘട്ടങ്ങളിൽ കേരളത്തിലെ നമ്മൾ ശ്രമിക്കാൻ സാധിച്ചത്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചത്. എന്നാൽ ഈ 2 തവണ അടുപ്പിച്ച് മത്സരിക്കുന്നവർക്ക് സീറ്റ് നിഷേധിച്ചതിലൂടെ 25ഓളം നിലവിലെ MLA മാറി പുതുമുഖങ്ങൾ മത്സരിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഈ വക കടുത്ത പ്രതിസന്ധിയും കടുത്ത ആരോപണങ്ങളും വ്യാജ ആരോപണങ്ങളെന്നുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന 2021 തെരഞ്ഞെടുപ്പിൽ 8 സീറ്റ് അധികമായിട്ട് LDF അധികാരത്തിൽ ഏറിയത്. അതിൽ തന്നെ ആ പരീക്ഷണം വിജയകരമായിരുന്നുള്ള തെളിവുണ്ട്. ഇപ്പം വളരെ ജനകീയ അടിത്തറയുള്ള G. സുധാകരനെ, തോമസ് ഐസക്കിനെ പോലുള്ളവർക്ക് ഒരു സീറ്റ് അവരെ മാറ്റി നിർത്തി. കാരണം ഈ ഒരു മാനദണ്ഡം കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റിസൾട്ട് ഉണ്ടായി. ഇതുപോലെ തന്നെയാണ് CPIയും 2 വട്ടം തുടർച്ചയായി മത്സരിക്കുന്നവർക്ക് സീറ്റ് നൽകത്തില്ല എന്നുള്ള തീരുമാനമെടുത്തതിന്റെ പേരിൽ CPIക്ക് ഒരു സീറ്റ് പോലും കുറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനം എന്താണെന്ന് മുൻകൂട്ടി പറയാനുള്ള യാതൊരു യോഗ്യത എനിക്കില്ല. അങ്ങനെ പറയാനും പാടില്ല. അത് പാർട്ടി അങ്ങനെ 2 ടൈമിൽ കൂടുതൽ മത്സരിച്ചവർക്ക് മൂന്നാമതൊരു വട്ടമാണ് മത്സരിക്കാൻ അവസരം കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് CPM ആണ്. CPM ശേഷിയുണ്ട്, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഏത് രീതിയിൽ നമ്മൾ വീക്ഷിച്ചാലും അഭിലാഷേ 2021 എത്രയോ കുറവാണ് ഈ സർക്കാരിനെ, ഈ 2021 മുതലുള്ള സർക്കാരിനെ കുറിച്ച് ഇപ്പം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ജനകീയപരമായ രീതിയിലുള്ള വിചാരണകൾക്ക് വിധേയമാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സീറ്റ് മാനദണ്ഡം 2ഓ 3ഓ എന്നുള്ളതിനേക്കാൾ ഉപരി വിജയിക്കും എന്നുള്ളതാണ് CPM LDF നോക്കുന്നു. അതിൽ മൂന്നാം സർക്കാർ LDF സർക്കാർ കേരളത്തിൽ വരും എന്നുള്ളവരും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ഈ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. CPM ആലോചിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, CPMനെ സംബന്ധിച്ചോളം ഒരു തീരുമാനം എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. മൂന്നാം പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ വരും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അല്ല, താങ്കൾ പറയുന്നത് പോലെ ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു CPMന്റെ ഔദ്യോഗികമായ കാര്യം താങ്കൾക്കും പറയാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി അത് ആലോചിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് താങ്കൾക്കും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ലല്ലോ. പാർട്ടി അങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കൃത്യമായ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണിത് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 60 പേരാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുന്നുണ്ട്. 23 പേർ ഇതിൽ 2 തവണ ജയിച്ചവരാണ് തുടർച്ചയായി. അപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് ഇനി മത്സരിക്കണമെങ്കിൽ പോലും ഈ ടേം നിബന്ധന എന്നത് മാറ്റിവെക്കേണ്ടതായി വരും. താങ്കൾ സൂചിപ്പിച്ച പോലെ വളരെ ജനകീയരായ നിരവധി നേതാക്കൾ നിലവിൽ ഈ ടേം നിബന്ധന വന്നതോടെ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ KK ശൈലജയ്ക്ക് ഒരു തവണ കൂടി മത്സരിക്കണമെങ്കിൽ ഈ നിബന്ധനയിൽ നിന്ന് മാറേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. CPMനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ കോൺഗ്രസ് പാർട്ടി ആണെങ്കിൽ ഒരിക്കൽ MLA ആയി കഴിഞ്ഞാൽ പിന്നെ അനന്തമായ കാലയളവിലേക്ക് അവർ MLA വരണം. അവരെ മാറ്റി നിർത്തുക അസാധ്യമാണ്. അവിടെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ CPM അതല്ല. CPM പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നു. ജനാധിപത്യത്തിലെ ഏറ്റവും നല്ലൊരു പ്രത്യേകത, അതിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് പുതുമുഖങ്ങൾക്കും നിയമസഭയിലേക്ക് എത്താനുള്ള അവസരമാണ്. തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്, ആ തീരുമാനം അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദയവായി താങ്കൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ അവസരം കൊടുക്കുന്നതിനെയോ അല്ലെങ്കിൽ അതൊന്നുമല്ല വിമർശനം. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ കൂടുതൽ ആളുകൾക്ക് അവസരം കൊടുക്കട്ടെ, ഒരേ പദവിയിലധികം പേർ തുടരാതിരിക്കട്ടെ, അത് നല്ല തീരുമാനമാണ്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ CPMന് സാധിക്കുമോ? അടുത്ത തെരഞ്ഞെടുപ്പിലും ഈ ടേം നിബന്ധന എന്നത് കൃത്യമായി പാലിക്കുമോ? അതാണ് ചോദ്യം. തീർച്ചയായിട്ടും ആ ചോദ്യം എനിക്ക് മനസ്സിലായി. അത് ആ ചോദ്യത്തിന്റെ ആൻസറാണ് ഈ 2 ചോദ്യത്തിലൂടെ ഞാൻ മറുപടി പറഞ്ഞത്. ഈ പറയുന്ന അഭിലാഷ് ഉന്നം വെക്കുന്നത് 2 ടൈമിൽ കൂടുതൽ, അല്ല 2 ടൈം കഴിഞ്ഞ് മൂന്നാമത് ഒരു ടൈമിലേക്ക് മത്സരിക്കാൻ ജനകീയ അടുത്തുള്ള MLA-മാരുണ്ട്, അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെടും എന്നുള്ള ഭയമുണ്ട്. അതുകൊണ്ട് അവർക്ക് നൽകുക, ആ തീരുമാനം മാറ്റും എന്നുള്ളതാണ് അഭിലാഷിന്റെ ചോദ്യം. അത് വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും. പക്ഷെ അതിനുള്ള മറുപടിയാണ് പറയുന്നത്. CPMനെ സംബന്ധിച്ചോളം ഇപ്പോൾ പുറത്തു കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉയർത്തിക്കൊണ്ടുവരുന്ന എന്താ പറയുക ആരോപണങ്ങളുടെ കൊടുമുടിയേറിയ ആരോപണങ്ങളായിരുന്നു 2020
തീർച്ചയായും ഞാനത് റെജി ലൂക്കസ് നമ്മൾ വലിയ തർക്കത്തിലേക്ക് പോകേണ്ടതില്ലല്ലോ എന്ന് കരുതിയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒട്ടേറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലവും ആ സമയത്ത് രാജ്യവും സംസ്ഥാനവും ഒക്കെ നേരിട്ട ചില പ്രതിസന്ധികളും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിൽ നിന്ന് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എപ്പോഴും കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും കേരളത്തിൽ ഒരു മുന്നണിയും തുടർച്ചയായി ഭരണം നടത്തിയിട്ടില്ല. അത് ഈ ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും അളവുകോൽ മാത്രം നോക്കിയാൽ പോരാ. പലപ്പോഴും നമ്മുടെ ചരിത്രം അങ്ങനെയാണ്. ഒരു ടേം UDF, പിന്നീട് LDF, ആ ടേമിലാണ് പലപ്പോഴും പോകാറ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മറ്റ് ചില ഘടകങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ താങ്കൾ പറയുന്നത് പോലെ ആരോപണങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ നേരിട്ട അത്രയും ആരോപണങ്ങളില്ല, അതുകൊണ്ട് അനായാസം വിജയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം, അതാണ് താങ്കൾ പറയുന്നത്. അഭിലാഷ്, നമ്മൾ മനസ്സിലാക്കുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും പ്രത്യേകിച്ച് കേരളത്തിലെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഇന്ത്യ മുഴുവൻ അങ്ങനെയാണെങ്കിൽ പോലും ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങൾ നോക്കുന്ന ആരോപണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അവർ വികസനമാണ്, ഡെവലപ്മെന്റ്സ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ യുവതലമുറ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള അങ്ങോട്ടുള്ള ആരോപണങ്ങളോ തമ്മിൽ പോരടിക്കുന്നു എന്ന് അവർക്ക് വിഷയമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ഒരേ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ്സാണ്. ഡെവലപ്മെന്റ്സിന്റെ അല്ലെങ്കിൽ വികസനത്തിന്റെ കാര്യത്തിൽ ഈ സർക്കാർ കഴിഞ്ഞ 9 വർഷം കൊണ്ട് നേടിയ നേട്ടങ്ങൾ ഇന്ത്യക്ക് തന്നെ മാതൃക. എല്ലാ തരത്തിലും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്താണ് കേരളം. അപ്പൊ ആ ഒരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ 2 ടേം പൂർത്തിയാക്കുക. അതായത് അങ്ങനെയെങ്കിൽ താങ്കൾ പറയുന്നത് ഈ ടേം നിബന്ധന ധൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടിക്ക് സാധിക്കും. അല്ല, അത് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതൊക്കെ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, പാർട്ടി സെക്രട്ടേറിയറ്റുമാണ് തീരുമാനമെടുക്കേണ്ടത്. അതിനൊരു പാർട്ടി പ്രവർത്തകർ അതേക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ട്. ഞങ്ങളുടെ പാർട്ടി പറ്റത്തില്ല. ഈ പാർട്ടിയുടെ പ്രത്യേകതയാണ് ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കും. മൂന്നാം സർക്കാർ LDF സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള രീതിയിലുള്ള ഉചിതമായ തീരുമാനം എടുക്കാനുള്ള ഉചിതമായ തീരുമാനത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ശ്രീ റെജി ലൂക്കസ്. അങ്ങനെ ഒരു ഉചിതമായ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഈ ടേം നിബന്ധനയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ് സംശയം. ഇല്ല, അത് ഡിപ്പെൻസ് ആണ്. അത് ആ സാഹചര്യം അനുസരിച്ച് പാർട്ടി തീരുമാനം അല്ല, താങ്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. താങ്കൾ പറയുന്നത് ഈ മൂന്നാം ടേം എന്നത് ഉറപ്പിക്കുന്ന സാഹചര്യമാണ്. അവിടെ ആരെ മത്സരിപ്പിച്ചാലും വിജയിക്കുമെങ്കിൽ സ്വാഭാവികമായി റിസ്ക് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും കൂടുതൽ അവസരം നൽകുകയല്ലേ വേണ്ടത്? അല്ല അഭിലാഷ, ഈ റിസ്ക് ഏറ്റവും കൂടുതൽ എടുത്തൊരു ഘട്ടമല്ലായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അന്ന് മാധ്യമങ്ങളെല്ലാം ഈ തീരുമാനം കൊണ്ട് തന്നെ LDF സർക്കാർ രണ്ടാമത് വരികയില്ല എന്നുള്ള ഒരു വാർത്തകൾ ചമച്ചിരുന്നു ആ കാലഘട്ടങ്ങളിൽ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിനേക്കാൾ ഉപരിയായിട്ട് പാർലമെന്ററി പ്രക്രിയയിൽ പുതുമകളെ അവതരിപ്പിക്കുക, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുക, ജയവും പരാജയവും ഒക്കെ ഡിപ്പെൻസ് ആണ്. അതിനെക്കുറിച്ചൊന്നും വലിയൊരു വേവലാതിയുള്ള പാർട്ടിയല്ല CPM. പക്ഷെ ജനങ്ങൾ ആ പാർട്ടിയെ കുറിച്ച് അറിയാം, CPM-നെ കുറിച്ച് അറിയാം. അവർ ഉചിതമായ തീരുമാനം എടുക്കും. കാരണം ഞാൻ അതാണ് പറഞ്ഞത്, ഒരു പ്രതിപക്ഷത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണത്തിൽ ഏറ്റാനുള്ള ഒരു റിസ്ക് കേരളത്തിൽ ജനങ്ങൾ എടുക്കത്തില്ല. കാരണം വ്യവസ്ഥാപിതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ഒരു പ്രതിപക്ഷത്തിന് ധർമ്മങ്ങളും കേരളത്തിലെ സഹകരണത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുവരാൻ ആ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. അവർ തമ്മിൽ സ്പ്ലിറ്റാണ്. എത്ര പേര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. അതുകൊണ്ട് കേരളത്തിലൊരു സുസ്ഥിര ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ LDF തന്നെ മൂന്നാം വട്ടം വരണം എന്നുള്ളൊരു ധാരണ, ഒരു ചിന്ത കേരളത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അതനുസരിച്ചുള്ള ടേം കണക്കാക്കി സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാനായിട്ട് CPM-ന് സാധിക്കും. അത് മുൻകൂട്ടി പ്രവചനം സത്യത്തിൽ CPM-നെ സംബന്ധിച്ചോളം അസാധ്യമായ ഒരു കാര്യമാണ്. ആ പാർട്ടി ജനങ്ങളോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് അവരെ സംശയിക്കേണ്ട. മൂന്നാം പ്രാവശ്യം ഭരണത്തിലേറാനായിട്ട് മൂന്നാം ടേമെന്നോ അല്ല 2 ടേം ആയവരെ ഒഴിവാക്കണമെന്നുള്ള തീരുമാനം ഏതാണോ ഉചിതം അതനുസരിച്ച് പാർട്ടി തീർച്ചയായും റൈറ്റ്. അത് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്, പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ്. ഞങ്ങൾ ഈ വിഷയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ വളരെ കൃത്യമായി പറയുന്നു, ആര് മത്സരിക്കണം മത്സരിക്കേണ്ട എന്നതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തരമായ കാര്യം തന്നെയാണ്. പക്ഷെ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ മുതിർന്ന നേതാക്കളെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. EP ജയരാജനെ പോലെയുള്ളവർ, AK ബാലനെ പോലെയുള്ളവർ, തോമസ് ഐസക്കിനെ പോലെയുള്ളവർ, G സുധാകരനെ പോലെയുള്ളവർ ഒക്കെ ജനകീയരായിട്ടുള്ള നേതാക്കളായിരുന്നു. അവരെയൊക്കെ ടേം നിബന്ധന എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മാറ്റി നിർത്തിയതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലും അത് ബാധകമാകുമോ എന്നത് മാത്രമാണ് വിഷയമായി പറയുന്നത്. അതിനപ്പുറത്ത് ഒരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയത്തിൽ മേലല്ല ഞങ്ങൾ ഇടപെടുന്നത്. അതാണല്ലോ കിരൺ, ഇതിലിപ്പോൾ ആരെ മത്സരിപ്പിക്കേണ്ട അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോഴും ചില ഘട്ടങ്ങളിൽ ടേം നിബന്ധനകൾ നിർബന്ധമാകും, ചില ഘട്ടങ്ങളിൽ അതിൽ നിന്ന് പിന്മാറും. അപ്പോൾ സ്വാഭാവികമായും പല നേതാക്കൾക്കും മാറി നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട് ഈ ടേം നിബന്ധനയുടെ ഭാഗമായി. ഇപ്പോൾ ഇടത് അനുഭാവികൾ, CPIM അനുഭാവികളൊക്കെ പറയുന്നത്
അത്രമേൽ അനുകൂലമാകുന്ന സാഹചര്യം എന്നുള്ളതാണ്. അതിലൊരു പക്ഷേ കോൺഗ്രസ്സുകാർക്കും പ്രതിപക്ഷത്തിനുമൊക്കെ ഏറെ വിയോജിപ്പുകൾ ഉണ്ടാകാം. സ്വർണ്ണക്കടത്ത് എന്ന ഒരു വിഷയത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ വലിയ വിവാദങ്ങൾ, ജനങ്ങൾ ഈ 10 വർഷത്തെ ഭരണം മടുത്തു എന്ന തരത്തിലുള്ള നിരീക്ഷണമൊക്കെ ആകാം പ്രതിപക്ഷത്ത് ഉള്ളവർ നടത്തുന്നത്. അതിനൊക്കെ അപ്പുറത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ആഭ്യന്തരമായി എവിടെയൊക്കെ ജയിക്കാൻ പറ്റും, ഏതൊക്കെ സീറ്റുകളിൽ ജയിക്കാൻ പറ്റും, എങ്ങനെയാണ് തുടർ ഭരണം സാധ്യമാവുക, അതിനെന്ത് വോട്ട് കാൽക്കുലേഷനാണ് വേണ്ടത്, എത്ര വോട്ടുകൾ നേടാൻ പറ്റും, മറുഭാഗത്തെ വോട്ടുകൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും, അപ്പോഴവിടെ ഏത് സ്ഥാനാർത്ഥിക്കാണ് കൂടുതൽ മികവ് പുലർത്താൻ സാധിക്കുക, ഇതൊക്കെയാണല്ലോ ഘടകമായി വരിക. അതുകൊണ്ട് അടുത്ത ടേമിൽ ഈ പറയുന്നത് പോലെ ടേം നിബന്ധന എന്നത് നിർബന്ധമാക്കിക്കൊണ്ട് CPM-ന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണോ, രാഷ്ട്രീയ സാഹചര്യം ആണോ ഇപ്പോഴുള്ളത്? റെജി ലൂക്കോസ് പറയുന്നത് പോലെ ആരെ മത്സരിപ്പിച്ചാലും തുടർ ഭരണം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം, അങ്ങനെ പാർട്ടി അതിനെ കാണുന്നുവെന്ന് വേണമോ നമുക്ക് മനസ്സിലാക്കാൻ? അഭിലാഷേ, നമ്മൾ ഈ പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നൊന്നുമല്ല. പാർട്ടിക്കുള്ളിൽ ഇത്തരം ആലോചനകളുണ്ട്. 2 ടേം നിബന്ധന കഴിഞ്ഞ തവണ കർശനമായി പാലിച്ചു. ഇത്തവണ അത് അങ്ങനെ പാലിക്കേണ്ടതില്ല. ചില മണ്ഡലങ്ങളിലൊക്കെ അതിന് ഇളവ് നൽകേണ്ടി വരും. അങ്ങനെ പാലിക്കാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു വിജയത്തിൽ ചില സംശയങ്ങളൊക്കെ അത് ചർച്ചകളിലൂടെയൊക്കെയാണ് പിന്നീടാണ് പാർട്ടി തീരുമാനിക്കുന്നത്. പക്ഷേ പാർട്ടിക്കുള്ളിൽ അത്തരം ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയാവും വീണ്ടും മത്സരിക്കുക എന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ സാധാരണഗതിയിലൊക്കെ പാർട്ടി കമ്മിറ്റി തീരുമാനമെടുത്ത ശേഷമൊക്കെ പ്രഖ്യാപിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹം പല അഭിമുഖങ്ങളിലുമൊക്കെ അക്കാര്യത്തിൽ സംശയം എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. പിണറായി വിജയൻ തന്നെയാണ് വീണ്ടും നയിക്കുക. അക്കാര്യത്തിൽ പാർട്ടിയുടെ ഇത്തരം തീരുമാനങ്ങളോ അല്ലെങ്കിൽ തീരുമാനമെടുത്ത ശേഷമേ മാത്രമേ പറയാവൂ. അത്തരം നിബന്ധനകളൊന്നും പാർട്ടി എവിടെയും നേതാക്കളോ ആരും പാലിച്ചിട്ടില്ല. ഇപ്പോൾ ഈ റെജി ലൂക്കോസ് തന്നെ വിഷയം പറയുമ്പോൾ ആ വിഷയത്തിൽ ഏതെങ്കിലും അഭിപ്രായം പറയുന്നില്ല. അത് സ്വാഭാവികമായും പിണറായി വിജയനെ പോലെ ഒരു നേതാവിനെ, പാർട്ടിയുടെ സംസ്ഥാനത്ത് നയിക്കുന്ന ഒരു നേതാവിനെ വീണ്ടും മുൻനിർത്തുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് കേന്ദ്ര കമ്മിറ്റിയിലടക്കം ഇളവ് നൽകി, പ്രായത്തിൽ ഇളവ് നൽകി. അദ്ദേഹം മാത്രമാണ് ഈ പ്രായത്തിൻ്റെ ഇളവ് നൽകി ഈ തരത്തിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ ഈ മറ്റു തരത്തിൽ ഇളവ് നൽകിയത് PK ശ്രീമതിയാണ്, അല്ലെങ്കിൽ തരികാമയെ പോലുള്ള ആളുകൾ. അങ്ങനെ ചില ആളുകൾക്ക് ചില ഘട്ടത്തിൽ ഒരു പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ആകെ വിജയത്തിനും പാർട്ടിയുടെ മുന്നോട്ട് പോക്കിനെയും അടിസ്ഥാനപ്പെടുത്തി ഉള്ള തീരുമാനങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ സാങ്കേതികമായ പ്രായത്തിൻ്റെ ഇത്തരം തീരുമാനങ്ങളൊക്കെ ചില ഇളവുകൾ നൽകും. അത് സ്വാഭാവികമായ ഒരു ഇളവാണ്. അല്ലാതെ പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആരും അഭിപ്രായം പറയരുത്, പാർട്ടി അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയുന്നതിലൊക്കെ അതൊരു വാശി എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഗൗരവമായി കാണേണ്ടതില്ല. പിണറായി വിജയന് തന്നെ നേതൃത്വത്തിൽ തന്നെ വീണ്ടും മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ഇളവ് നൽകിയാൽ മാത്രമേ, ഈ 2 ടേം ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയാൽ മാത്രമേ അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ വരണം. എന്തായാലും സമീപ ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു തീരുമാനത്തിലേക്കൊന്നും പാർട്ടി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. 2-3 തവണ വളരെ പറയേണ്ടി വരും. അത് കുറവാണ് എന്ന് തന്നെ പറയാം. സ്വാഭാവികമായും ഒരു വിജയം ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി, വീണ്ടും ഒരു തുടർഭരണം ആഗ്രഹിക്കുന്ന പാർട്ടിയും മുന്നണിയും ഒക്കെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെ പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഒരാൾക്ക് എന്തായാലും ഇളവ് നൽകണമല്ലോ. സ്വാഭാവികമായും മറ്റു പല മണ്ഡലങ്ങളിലുമൊക്കെ അത്തരത്തിലേക്കുള്ള ഇളവ് നൽകേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് എന്നുള്ളത് പാർട്ടിയുടെ പല ജില്ലാ കമ്മിറ്റികളും ഒക്കെ അത്തരത്തിൽ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി അവിടെ നിന്ന് മാറ്റിയാൽ പകരം മറ്റൊരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയം ഉറപ്പാണോ? അല്ലെങ്കിൽ ഈ 2 ടേമൊക്കെ പൂർത്തിയായതിൽ പലരും ചെറുപ്പക്കാരെ, ഇപ്പോൾ AN ഷംസീറിനെ പോലുള്ള ഒരു MLA വളരെ ചെറുപ്പത്തിൽ നിൽക്കുന്ന ഒരു MLA ആണ്. അങ്ങനെ നിരവധി MLA-മാരൊക്കെ ചെറുപ്പക്കാരായ MLA-മാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ 1.5 ടേമിൽ നിൽക്കുന്ന, ആദ്യ ടേം പൂർണ്ണമായും തേക്കാത്ത സജി ചെറിയാനെ പോലുള്ള ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ, അത് വേണമെങ്കിൽ 1.5 ടേമിൻ്റെ സാങ്കേതികത പറയാം. അല്ലെങ്കിൽ VK പ്രശാന്തിനെ പോലെ ഒരു MLA, അതും 1.5 ടേമിൻ്റെ സാങ്കേതിക പറയാം. KU ജിനീഷ് കുമാറിനെ പോലെ MLA, അതും 1.5 ടേമിൻ്റെ സാങ്കേതിക പറയാം. അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വീണ്ടും മത്സരിപ്പിക്കേണ്ടി വരും. അല്ലാതെ ഈ മത്സരിപ്പിക്കേണ്ട ഒരു സാഹചര്യം പാർട്ടിക്കുള്ളിലുണ്ട്. അത് വേണം എന്നുള്ള ചർച്ചകൾ എന്തായാലും ജില്ലാ തലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്, സംസ്ഥാന തലത്തിലുമൊക്കെ. അത് പാർട്ടി ഇനി ഔദ്യോഗികമായ തീരുമാനമെടുക്കുകയൊക്കെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം തീരുമാനമെടുക്കുക. പക്ഷേ അങ്ങനെ വേണോ വേണ്ടയോ, മുൻകൂട്ടി തന്നെ ചില മണ്ഡലങ്ങളിലേക്കെങ്കിലും പാർട്ടി ഔദ്യോഗികമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ ചിലരെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ പ്രവർത്തനം ആ മണ്ഡലങ്ങളൊക്കെ ആരംഭിക്കണം, അവിടെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കണം, ആരംഭിക്കണം. അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ആരെ മത്സരിപ്പിക്കണം എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. എങ്കിൽ പോലും തുടർ ഭരണം ലക്ഷ്യം വെക്കുന്ന പാർട്ടിക്ക് പലയിടത്തും ടേം നിബന്ധനകളിൽ നിന്ന് പിന്മാറേണ്ടി വരും. അത്തരം ചർച്ചകൾ പാർട്ടിക്കകത്ത് നടക്കുന്നു എന്നുള്ളതാണ് വാർത്ത. വാർത്തയുടെ വിശദാംശങ്ങളാണ് BV അരുണും ഒപ്പം R കിരൺ ബാബുവും പങ്കുവച്ചത്.